ഇന്നിപ്പോൾ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ സവിശേഷമായ ഒരു വാർത്തയാണ്. രാഹുൽ മാക്കൂട്ട് ഇതേവരെ കരുതിയതും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതും പരാതി എവിടെ എന്നതായിരുന്നു. ഇന്നിപ്പോൾ അസന്നിഗ്ധമായി പരാതി കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. പരാതി മാത്രമല്ല, അതിനാവശ്യമായ തെളിവും നൽകിയിട്ടുണ്ട് എന്നാണ് വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ അവകാശമില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഒരാളും MLA ആയിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്യില്ല. രാജിവെക്കുന്നതാണ് നല്ലത്, രാജിവെപ്പിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് അഭിപ്രായം. നേരത്തെ ഉയർന്നു വന്ന പ്രശ്നം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ തെളിവ് കൂടി കൊടുത്ത പശ്ചാത്തലത്തിൽ ഒന്നുകൂടി ശക്തിയായിട്ട് കേരളം ആവശ്യപ്പെടുന്നു എന്ന് മാത്രം. അല്ല, എന്ത് സസ്പെൻഡ് ചെയ്തിരും? അദ്ദേഹമല്ലേ ഇപ്പോൾ ഇലക്ഷൻ വർക്ക് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ഇലക്ഷൻ വർക്കിൻ്റെ മുമ്പന്തിയിൽ നിൽക്കുന്നത് രാഹുൽ മാക്കൂട്ടത്തിലല്ലേ? പിന്നെ സസ്പെൻഷൻ എന്നെല്ലാം പറയുന്നത് വെറുതെ പറയല്ലേ? അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാതൊരു അർത്ഥമില്ലാന്ന് വ്യക്തമായല്ലോ. അത് പാലക്കാടിൻ്റെ അനുഭവം തന്നെ പറയണം. സർക്കാരിന്റെ കോർട്ടിലല്ല, സർക്കാരിന്റെ അന്വേഷണാത്മകമായ നിലയിലല്ലേ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകും. അല്ലാണ്ട് സർക്കാരിനൊരു കാര്യം പെട്ടെന്ന് അങ്ങനെ തീരുമാനിക്കാൻ പോകും. എല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് അല്ലെ രാജിവെക്കാൻ ഇന്ന് പ്രതിഷേധിക്കുന്നത് രാജ്യം മുഴുവൻ അതിന്റെ ഭാഗമായി മാറിയില്ലേ? ഇനി ഞങ്ങൾ പ്രത്യേകിച്ച് പ്രതിഷേധിക്കേണ്ടത് ഒരു നിമിഷം മുമ്പ് രാജിവെക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ഇട്ടതുപോലെ നിയമവിധി നടത്തട്ടെ. അതേ കാര്യം പറയാനുള്ളൂ.